ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കുന്നതിലൂടെ ശബരിമല വിവാദങ്ങളിൽ നിന്ന് തടിയൂരാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. NSSനും SNDPക്കും എതിർപ്പില്ലാത്തയാൾ എന്നതും ജയകുമാർ എന്ന പേരിലേക്കെത്താൻ കാരണമായി. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്നയാൾ കൂടിയാണ് ജയകുമാർ. VS സർക്കാരിന്റെ കാലത്ത് ശബരിമല തീർത്ഥാടനം എളുപ്പമാക്കാൻ സ്പെഷ്യൽ കമ്മീഷണറായി CPM നിയോഗിച്ചത് K ജയകുമാർ IAS-നെയായിരുന്നു. ഇതിനൊപ്പം ശബരിമല മാസ്റ്റർ പ്ലാൻ ചുമതലയും ജയകുമാറിന് നൽകി. സ്വർണ്ണപ്പാളി വിഷയത്തിലെ പ്രതിച്ഛായാ നഷ്ടം നീക്കാനാണ് ജയകുമാറിന്റെ രണ്ടാം നിയോഗം. NSSുമായും SNDPയുമായും ചേർന്നു പോകുന്ന ജയകുമാറിന് ദേവസ്വം ബോർഡ് ഭരണം എളുപ്പമാകുമെന്നാണ് CPMന്റെ കണക്കുകൂട്ടൽ. പ്രസിഡന്റ് സ്ഥാനം CPM തന്നെ നേരിട്ട് ഏറ്റെടുക്കാം എന്നായിരുന്നു ആദ്യഘട്ടത്തിലെ ആലോചന. എന്നാൽ പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ തീരുമാനത്തിൽ നിന്ന് CPM അവസാന നിമിഷം പിന്മാറുകയായിരുന്നു. മലയാള സർവകലാശാല വൈസ് ചാൻസലർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സ്വത്ത് പരിശോധനാ മേൽനോട്ടം, ഇപ്പോൾ IMG ഡയറക്ടർ തുടങ്ങി നൽകിയ ചുമതലകളെല്ലാം ഭംഗിയായി നിറവേറ്റിയ ട്രാക്ക് റെക്കോർഡും ജയകുമാറിനുണ്ട്. ആശങ്കയൊന്നുമില്ല, പക്ഷേ ഒരു വളരെ ഗൗരവതരമായിട്ടുള്ളൊരവസ്ഥയിലാണ് ശബരിമലയിൽ ഇപ്പോൾ ഉള്ളതൊക്കെ എനിക്കറിയാം. നമ്മുടെ പ്രവർത്തനങ്ങൾ വിവാദപരമാവാതെ ഫോക്കസ്ഡ് ആയിട്ട് നടക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തത ഉണ്ടാവണം. അതിന് സപ്ലിമെൻ്ററി ആയിട്ട് മറ്റ് താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും വരുമ്പോഴാണ് മെയിൻ ഫോക്കസിൽ നമ്മുടെ ശ്രദ്ധ മാറിപ്പോകുന്നത്. ജയകുമാറിന്റെ നിയമനത്തെ പ്രതിപക്ഷവും നേരിട്ട് എതിർക്കാൻ സാധ്യതയില്ല. പരിപൂർണമായി കൊള്ളക്കാരുടെ കേന്ദ്രമാക്കി മാറ്റിയത് ഇപ്പം അത് രക്ഷപ്പെടാനുള്ള തന്ത്രമാണ് സ്വീകരിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള വൻ തോക്കുകൾ രക്ഷപ്പെടുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് ഉത്തരവാദിത്തമില്ലേ? ദേവസ്വം മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമില്ലേ? ജയകുമാറിനെ പ്രസിഡന്റാക്കാൻ തീരുമാനിച്ചതോടെ വിളപ്പിൽ രാധാകൃഷ്ണനെ ബോർഡംഗമാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് CPI പിന്മാറി. സാമുദായിക പരിഗണന കണക്കിലെടുത്ത് മറ്റൊരാളെ നിർദ്ദേശിക്കാനാണ് CPIയുടെ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.